വയസ്സത്രയും ഈ മാസം 28-ന് തീർച്ചയായും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രായം പലപ്പോഴും എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നമായി തോന്നാറുണ്ട്. മുമ്പൊക്കെ സ്ത്രീകൾ പ്രായം പറയാൻ മടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ ആണുങ്ങളും ഏകദേശം അതുപോലെ തന്നെയാണ്. 30 വയസ്സൊരു 3 വർഷം പറയും, 40 വയസ്സൊരു 4 വർഷം പറയും, 50 വയസ്സൊരു 5 വർഷമെങ്കിലും പറയും. അപ്പൊ മോളോട്ട് കയറി പോകുമ്പോൾ എന്തുകൊണ്ടോ അവർക്ക് പ്രായം പറയാൻ മടിക്കാറുണ്ട്. ഈ സിനിമയിൽ 35-36 വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരുടെ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നർമ്മത്തിൽ ചാരിറ്റി സിനിമ പറയുന്നത്. ഈ സിനിമ എന്താ പറയാ, ഇതൊരു കേരളത്തിൽ എന്ന് മൊത്തം പറയാൻ പറ്റില്ലെങ്കിൽ പോലും മലബാറിലും അതുപോലെ എറണാകുളം, തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആ പ്രശ്നമുണ്ട്. ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്തൊരു വിഷയമുണ്ട്. ഈയിടെ കൊല്ലത്ത് കടക്കൽ എന്ന സ്ഥലത്ത് ഒരു യുവാവ് തനിക്ക് പെണ്ണ് കിട്ടാനില്ലെന്നും 35 വയസ്സായെന്നും അതുകൊണ്ട് തനിക്കൊരു പെണ്ണിനെ കെട്ടിച്ചു തരണമെന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിരുന്നു. പത്രക്കാരൊക്കെ അടുത്ത് കൂടി ചോദിച്ചു, എന്താ ഇങ്ങനെ? അല്ല, എനിക്ക് പെണ്ണ് കിട്ടാനില്ല, അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു പ്രശ്നമാണ്, അവര് അതിന് പരിഹാരം കാണട്ടെ എന്നാണ് ആ യുവാവ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇതിനൊരു തീരുമാനം ഉണ്ടായാൽ എന്ത് ചെയ്യും? പറഞ്ഞു പുള്ളി കോടതിയിൽ പോകും. അപ്പൊ അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിന് പോലും ഒരുപക്ഷെ തലവേദന ആകാൻ പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വിഷയം, പെണ്ണ് കിട്ടാത്ത വിഷയം കടന്നു പോകുന്നത്. ഈ സിനിമയെ കുറിച്ച് കൂടുതൽ എന്താ പറയാ, ഇതിന്റെ നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ടതാണ്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എന്താ പറയാ, മീഡിയയും അതുപോലെ തിയേറ്റർ ഓണേഴ്സും പ്രേക്ഷകരും നല്ല നല്ല സിനിമയാണ് എന്ന് പറയുകയും എന്നാൽ തിയേറ്ററിൽ ആരും പോകാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ മീഡിയ സപ്പോർട്ട്, മാർക്കറ്റിംഗ്, തിയേറ്റർ ഓണേഴ്സിന്റെ സപ്പോർട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു സിനിമ വിജയിക്കൂ. പ്രേക്ഷകർ വരണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. നമ്മൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും എന്താ പറയാ ആത്മാർത്ഥമായി സഹകരിച്ചാൽ ഈ സിനിമ നല്ലൊരു വിജയത്തിലെത്തിക്കുമെന്നതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിലെ കഥാപാത്രങ്ങളൊക്കെയും നമ്മൾ കണ്ട, അല്ല നമ്മളെ വീട്ടിലുള്ള, അല്ല അടുത്ത വീട്ടിലുള്ള, അല്ല നമ്മളെ സമൂഹത്തിൽ എവിടെയൊക്കെ കണ്ടു മറന്ന കഥാപാത്രങ്ങളാണ് ഒട്ടുമിക്കാലും ഈ സിനിമയിലുള്ളത്. ഈ പടത്തിൽ അഭിനയം എന്നൊരു സംഭവം അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും പെരുമാറുകയാണ് ചെയ്തത്, ബിഹേവിംഗ് ആണ് ഇതൊരു സിനിമ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല. ഈ സിനിമ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടോടുകൂടി ഇതൊരു വിജയ സിനിമയായി മാറ്റണമെന്ന് എന്താ പറയാ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുക. വയസ്ത്രയായി 28 തീയതിയാണ് വലിയൊരു സിനിമ പുറത്തുണ്ട്. നജീബിന്റെ കഥ പറയുന്ന ആടുജീവിതം, പെണ്ണ് കിട്ടാത്തവരുടെ കഥ പറയുന്ന ഒരു സിനിമ പുറത്തു ആണ് നമ്മുടെ സിനിമ. അപ്പോൾ കുടുംബസമേതം എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന മാത്രമേ പറയാനുള്ളൂ. ഒരു നല്ല കോമഡി എന്റർടൈനാണ്. സമകാലിക പ്രാധാന്യമുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ട് സിനിമ എടുക്കുന്നത് വിശ്വസിക്കുന്നത്. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും ശതപൂർവ്വം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷോർട്ട് ഫിലിമിലൂടെല്ലാം നാഥാൻ കേസോടിലെ ചിത്ര, രമ്യ സുരേഷ് പടവട്ടിലുള്ള അഭിനയം കാഴ്ചവെച്ചത്, പപ്പൻ പിന്നീട് സംവിധാനം ചെയ്ത് ഒരുപാട് പഴയകാല സിനിമകളുടെ ഒരു ഡയറക്ടറായിരുന്നു. ക്യാമറ സമീർ ജിബ്രാൻ, മ്യൂസിക് ഡയറക്ടർ, നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ജനറെടുക്കുന്ന സിനിമ കൂടിയായിരിക്കും ഇത്. ഐതപ്രത്തിന്റെ പാട്ടിന് നന്നായിട്ട് മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് സംവിധാനം കൊടുക്കുന്നത് ഷിബു ആണ്. സിനിമ 28 തിയേറ്ററിൽ എല്ലാവരും എത്തിയിട്ട് കാണണം. മലബാർ ഭാഷ സംസാരിക്കുന്ന കാര്യം പ്രാധാന്യമുള്ള സബ്ജക്ട് എടുത്തിരിക്കുന്നത് ഫിലിംസിന്റെ ആദ്യ സിനിമയാണ് വയസ്സത്രയും 37 സിനിമ. മാർച്ച് 28-ന് എല്ലാ കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ എത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരു ഫാമിലി കോമഡി എന്റർടൈനർ ആണ്. എന്റെ കരിയറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-30 സിനിമകളോളം ചെറിയ വേഷങ്ങൾ ചെയ്തു. അതിനുശേഷം എന്നെ തേടിയെത്തിയ സിനിമയാണ് വയസ്സത്രയും. ഇതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഇനി എൻ്റെ മുന്നോട്ടുള്ള കരിയറിൽ ഒരു വഴിത്തിരിവാണ്. അത് ഏത് രീതിയിൽ പോയാലും അത് എന്ത് രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാധ്യതയും എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാരം കുറയ്ക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ പടം ഹിറ്റാവണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിന് ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും കുടുംബമായിട്ട് പോയിട്ട് സിനിമ കാണുക, അതാണ് പറയാനുള്ളത്.
ചോദിക്കണം. നമസ്കാരം. വയസ്സത്ര 30 മാർച്ച് 20 റിലീസാവുന്ന നല്ല എന്റർടൈൻമെന്റ് പടം തന്നെയായിരിക്കും, ഒരു സംശയമില്ല. നല്ല കഥയും കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ചുറ്റുപാടും ഇല്ല തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ അനുഭവം ഉണ്ടല്ല, വടകരയിൽ നിന്ന് ചിത്രീകരിച്ചെങ്കിലും ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഇത് കോമൺ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അടിപൊളിയാണ്, എന്റർടൈൻമെന്റ്, ഒരു മോശം ഉണ്ടാവില്ല, രസമാവും. രസമുള്ള ഒരു സിനിമ തന്നെയാണ്. അല്ല, ചിത്രീകരണത്തിന്റെ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചില സിനിമ അങ്ങനെ ഉണ്ടല്ല, കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്റെ മൂഡ് മനസ്സിലാവില്ല. അപ്പം രസമല്ലേ, എന്തായാലും അടിപൊളിയാണ്. എന്താ പിന്നെ അഭിനയിക്കുന്നവരൊക്കെ അടിപൊളിയാണ് എല്ലാവരും. ശാന്തകുടിയെല്ലാം അതിഗംഭീരാട്ടാ. എന്റെ അയൽവാസി, എന്റെ സുഹൃത്ത് വായിച്ച ചിത്ര നമ്മുടെ കാസർഗോഡാണ്. അതുപോലെ കാര്യം വടകര വലിയൊരു സിനിമയിലെ നായികയായിട്ട് വരുന്ന അത് പടത്ത് മെയ് 10. അപ്പൊ എന്തായാലും നല്ല ടീം വർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. പല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാ സപ്പോർട്ടും അതുപോലെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. നമ്മളെന്തായാലും എന്ത് പറഞ്ഞാലും സ്നേഹം. സിനിമ വലുത് ചെറുത് എന്നൊന്നുമില്ല. എല്ലാ സിനിമയുടെ പുറകിലും അതിൻ്റെതായ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ ആൾക്കാർ. നിങ്ങളിൽ ഉണ്ടാവും ചിലപ്പോ. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രമേയമായി വരുന്നു വയസ്സത്രയായി. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതിന് ബബിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. വടകര മാത്രമല്ല, നമ്മുടെ നാട്ടിലും വീട്ടിലും ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട് വലിയൊരു കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. അത് മാത്രമേ പറയാനുള്ളൂ. നന്നായി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏതൊരു സിനിമയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ നന്നായി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുനിന്ന് എന്താ പറയണ്ടത്, അത് മാത്രമല്ല അഭിനയം എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. നമ്മള് എല്ലാ ദിവസവും കാണുന്നുണ്ട് ആ ഒരു പ്രയാസങ്ങൾ. ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവരേതായ രീതിയിൽ 100% കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ നിങ്ങളുടെ കയ്യിലാണ്. കാണാൻ സപ്പോർട്ട് ചെയ്യാം. നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമ ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് മെയ്ഡ് ഇൻ വടകര എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാര്യം ഇതൊരു വടകരയുടെ ഇപ്പോൾ എല്ലാ പ്രാദേശിക സിനിമകളുടെ ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് ഇതൊരു പ്രാദേശികമായ ഭാഷ സംസാരിക്കുന്ന അവിടുത്തെ സംഭവവികാസങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഷിജേട്ടനും അതുപോലെ തന്നെ ഫൈസൽ മാഷും ഒക്കെ ചേർന്ന് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് വർക്കും പപ്പേട്ടന്റെ ഡയറക്ഷനും ജിബ്രാന്റെ ക്യാമറയും എല്ലാം കൂടെ ഒത്തിണങ്ങുന്ന ശിവു ചേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉൾപ്പെടെയുള്ള മ്യൂസിക് പരിപാടികൾ, അപ്പൊ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയാ, എല്ലാം കെമിസ്ട്രി കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആയിട്ട് വന്ന് ഇതൊരു നല്ല സിനിമയായി തീരും. അതാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട്, പിന്തുണ, സ്നേഹം. താങ്ക് യു. പ്രത്യേകിച്ച് പറയാനില്ല, ഇവര് പറഞ്ഞൊക്കെ തന്നെയാണ്. വയസ്സ് ഇത്രയും 28-ആം തീയതി ഇറങ്ങുന്നുണ്ട്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്ര നിങ്ങൾ ചോദിക്കും. എല്ലാരും പോയി കാണണം. മക്കളെ സിനിമ കാണാന് 28-ആം തീയതി ടാക്കീസിലെല്ലാം വരും. വയസ്സത്തിലെ 30 സിനിമ കാണാൻ എല്ലാരും, മക്കളും കുട്ടികളും എല്ലാരും പോയി കാണണം. നമസ്കാരം. എല്ലാവരുടെയും ഒരു പറ്റം ആൾക്കാരുടെ എല്ലാവരും കുറെ കഷ്ടപ്പാടിന്റെ ഫലമാണ് 28-ആം തീയതി. അത് എല്ലാവർക്കും അറിയാലോ. നമ്മളിപ്പോ ഈ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ആ ജോലിയുടെ ആ പ്രൊഫഷൻ്റെതായ കുറെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഏതൊരു ജോലിക്കാണെങ്കിലും അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി എല്ലാവരും ഈ പടം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ അങ്ങനെ ഇതില് എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കാരണം ഞങ്ങൾക്ക് അത് ഇനി പറയേണ്ടത് നിങ്ങളാണ്. കാരണം ഞങ്ങൾക്കിത് ഒരു പൊൻകുഞ്ഞാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയും. ഞങ്ങൾക്കത് പൊൻകുഞ്ഞാണ്. നിങ്ങളത് ആ പൊന്നിനെ ഒന്ന് നന്നായി മിനുക്കിയെടുത്ത് അതിൻ്റെ ഞങ്ങളത് മാക്സിമം
മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കുറെ ആൾക്കാരുടെ കുറെ ആഗ്രഹവും സപ്പോർട്ടും എല്ലാം നിറവേറുന്ന ഒരു ദിവസമായിരിക്കും 28-ാം തീയതി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇതിൽ എന്തായാലും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. കൈതപ്ര സാറും പാട്ടൊക്കെ എഴുതിയിരുന്നു. ഒരു 5-6 സോങ്ങും ഇതെല്ലാം കൂടെ ആയിട്ടൊരു കുറെ ഫാമിലി ഫ്രണ്ട്ലി കുറെ മുഹൂർത്തങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പാട്ടും മേളവും എല്ലാം കൂടെ ഒരു തനി നാടൻ ഗ്രാമാന്തരീക്ഷത്തിൽ പിറക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. എന്തായാലും നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. താങ്ക് യു. ഒരു ശോകത അല്ലേ, കോമഡി പാടായിട്ട് ഒരു ശോകത അല്ലേ, ശോകമോ. ഈ അമ്മമ്മക്ക് 99 വയസ്സായി. മലയാള സിനിമ ഏറ്റവും പ്രായം കൂടിയ നടിയാണിത്. അമ്മമ്മ 99 വയസ്സിൽ അമ്മമ്മ അതുപോലെ 5-6 മാസം പ്രായമുള്ള ചെറിയ മക്കളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞതും ഏറ്റവും പ്രായം കൂടിയ അഭിനയിക്കുന്ന സിനിമയാണിത്. ഓക്കെ, ഇനി ചോദിക്കണം. അല്ല എങ്ങനെയുണ്ടാ, കാരണം ഒരു സീക്വൽ നോർമലി ഒരു സിനിമ ഇറങ്ങി അത് ഹിറ്റായി അതിന്റെ സീൻസ് ഒക്കെ ആയാലും പ്രഷേഴ്സ് അതിന്റെ ഒരു സീക്വൽ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ കെയർഫുൾ ആയിരിക്കണം. ആദ്യത്തെ കുറ്റം പറയിക്കാതെ തന്നെ ചെയ്യണം എന്നൊരു ഇത് ഉണ്ടാവുമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു സീക്വൽ? ഞാൻ പറഞ്ഞ പോലെ അതിലേക്ക് ചെയ്യാൻ തുടങ്ങിയത് ആ സുമലത എന്ന് പറയുന്ന അതേ ജോണറിനെ വിളിക്കണമല്ലോ ഇതില്. അത് പക്ഷെ കുറച്ച് ഒരു ചെറിയൊരു 2-3 സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഉണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്, കോമഡി മാത്രമല്ല എല്ലാം ഉണ്ട്. ചെയ്തു, അതില്ലെങ്കിലും ചെയ്യിപ്പിച്ചോളൂ. ഈ സിനിമ പറയുന്നത് അതും എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയുക എങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്. കോമഡി മാത്രമല്ല, മൊത്തത്തിൽ കോമഡി ആണെങ്കിലും കോമഡി എല്ലാ ഇമോഷൻസും ഉണ്ട്, എല്ലാം ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സുരേഷിന്റെയും സുമലതയുടെ ആ കോംബോ പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ നേരത്തെ കേസുകളിലാരുണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതേ കെമിസ്ട്രി ഞങ്ങൾക്ക് ഇതിന് ഫീൽ ചെയ്യാറ്. അവസാനം ചോദിക്കാണ്, അപ്പം തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? പ്രേക്ഷകരോട് പറയാനുള്ളത് തിയേറ്ററിൽ പോയി സിനിമ കാണണം, സിനിമയെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യണം. പ്രേക്ഷകർ മാത്രമല്ല, നിങ്ങളൊക്കെ കൂടി തന്നെ, നിങ്ങൾ ഉൾപ്രേക്ഷകരല്ല, മീഡിയാസ് സപ്പോർട്ട് ചെയ്യണം. മീഡിയാസാണ് ഫസ്റ്റ് ഓഫ് ഓൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തിയേറ്റർ പോക്കുകളൊക്കെ ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. തിയേറ്റർ ഓണേഴ്സും മനസ്സിൽ വെക്കണ്ട, ചിലരാൾ കുറെ ഹോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് പടം മാറ്റുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ പടങ്ങളൊക്കെ മൾട്ടിപ്ലക്സിനെയാണ് ഒക്കെ ആശ്രയിക്കുന്നത്. സിംഗിൾ സ്ക്രീനൊക്കെ അറിയാമല്ലോ ഇപ്പോൾ പ്രശ്നമാണല്ലോ. ഇത് ഒരു കാര്യം തുറന്ന് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നൊരു വിശ്വാസം. ബാക്കിയൊക്കെ പറയേണ്ടതും ഇതൊക്കെ വിജയിപ്പിക്കേണ്ടതും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. തീർച്ചയായും സിനിമ വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കല്യാണം കഴിച്ചില്ലല്ല, അതിന്റെ വിഷമം മനസ്സിലായിരുന്നെങ്കിൽ സിനിമയാണ്. എന്റെ കല്യാണ ബ്രോക്കർ എന്റെ വല്യമ്മ കേട്ടോ, എന്റെ കല്യാണ ബ്രോക്കറിന്റെ വല്യമ്മ എനിക്കൊരു 25 ജാതകം ഉണ്ടായി തന്നിട്ടുണ്ട്. വല്യമ്മ എല്ലാം കള്ള ജാതകം. പെണ്ണാണാൻ പോകുമ്പോ പെണ്ണ് നഷ്ട ഉത്രാടാണെങ്കിൽ അച്ഛൻ പറഞ്ഞു തരും, അതിന് മേച്ചത് അനിടുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, സൈഡിൽ ഷാ ഉണ്ടാവും, സൗണ്ട് ഉണ്ടാവും, കാ ഉണ്ടാവും, അത് മേച്ചരും. എന്ത് പ്രശാന്ത് സിനിമ കാണാൻ അഭിനയിക്കാൻ വന്ന പിന്നെ സീരിയസ് മനസ്സിലായിട്ടില്ല. പ്രശാന്ത് ഞാൻ പറഞ്ഞു ഈ ജാതകം ഇട്ട് എടുത്തു കൊടുത്താ. അപ്പൊ പറഞ്ഞത് കള്ള ജാതകം ചോദിച്ചോട്ടോ, ഞാൻ ഇതൊന്നും ഇനിയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇപ്പൊ നാളും മാറിപ്പോയി, നക്ഷത്രവും മാറിപ്പോയി, ജനത്തീയതിയും മാറി, എല്ലാം മാറി. അപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ വലിയ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ പോയിക്കും മോളെ എന്താ പേര്, പിന്നെ ഇവിടെ നല്ല അമ്മ കുട്ടികളോടും ഇങ്ങനെ ചോദിക്കുക. എത്ര ഇഷ്ടം പോലെ മലബാറില് ഞങ്ങൾ നാട്ടിൽ പ്രശ്നം അഭിനയിക്കാൻ വന്നപ്പോൾ എങ്ങനെ കയറി ചെറുപ്പക്കാർ കൂടി വന്നു. ഞാൻ പറഞ്ഞ എന്റെ നാട്ടിലെ 860 ടോട്ടൽ പോപ്പുലേഷനിൽ 80 പേര് ആൾക്കാരുടെ കല്യാണം കഴിയാത്തത്. തൊട്ടപ്പുറത്തെ വാർഡിൽ അതുപോലെ തന്നെ പ്രശ്നം കാണാൻ വേണ്ടി ഇവരെല്ലാം വന്നിരുന്നു. ഇത് ഞങ്ങൾ സെറ്റിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഈ പെണ്ണ് കിട്ടാത്ത ആൾക്കാർ, പിന്നെ ആർട്ട് അസിസ്റ്റന്റ്, ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇത് ചെറിയൊരു സംഭവമല്ല.
നമ്മളൊരു 40-45 വയസ്സാകുമ്പോൾ ഒറ്റപ്പെടുന്ന സംഭവം ഉണ്ടാവും. വലിയമെന്നോ പറയാറുണ്ട്, പെണ്ണാണെങ്കിൽ കൂട്ടിനൊരാണ് വേണം, ആണാണെങ്കിൽ കൂടെ കൂട്ടാൻ ഒരു പെണ്ണ് വേണം. സിനിമയിൽ അതാണ് പറയാനുള്ളത്. ഒരു ബെറ്റർ ഹാഫ് വേണം എപ്പോഴായാലും. കുടുംബം ഉണ്ടാവുക. പിന്നെ ഞങ്ങള് നേരത്തെ അവിടുത്തെ ചോദിച്ചോണ്ട് പേടിയുണ്ടോന്ന്. പേടി ഉണ്ടെന്ന് ഇല്ലാന്ന് പറഞ്ഞാൽ ഉള്ള പോലെ തന്നെയാണ്. നമ്മളെല്ലാം പരീക്ഷകളെല്ലാം പഠിച്ചു പോയിട്ട് കഴിഞ്ഞാലും ഒരു ചെറിയ പേടി, ഹോൾ ടിക്കറ്റ് മറന്നു പോയില്ലോ, അല്ലെങ്കിൽ പെണ്ണ് മറന്നു പോയില്ലോ, പെണ്ണിനെ പഠിച്ചു തീർന്നൊരു പേടി. അല്ലാതെ ബാക്കി ചെയ്യേണ്ട അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ പണി എടുത്തിട്ടുണ്ട്. പടത്തില് പിന്നെ മ്യൂസിക് ഡയറക്ടർ ഒരു മ്യൂസിക് ഡയറക്ടർ ബേക്കിലിരിക്കുന്നുണ്ട്, 3 മ്യൂസിക് ഡയറക്ടർമാർ, 2 കൊറിയോഗ്രാഫർ, ടെക്നിക്കലി എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ PRO ഷെജിൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം പണിയെടുക്കുന്നത് എല്ലാ ദിവസവും. പിന്നെ കുഞ്ഞു പടമാണെന്ന് പറഞ്ഞ് തള്ളി അവരൊക്കെ ഒഴിവാക്കി അദ്ദേഹം വന്നു. ഞങ്ങളുടെ പടത്തിന് നല്ല രീതിയിൽ റീച്ച് എത്തിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇലക്ഷന് വോട്ട് എങ്ങനെയാണ് പിടിക്കാറ് അതുപോലെ ഞങ്ങൾ നാട്ടുപുറത്ത്, അത് മലബാർ ടോട്ടൽ 60 തിയേറ്ററിലെ പടം എടുക്കുന്നത്. 50 തിയേറ്റർ മലബാറിലാണ്. മലബാറിന്റെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. അപ്പൊ ഈ ഇത്രയും സ്ഥലങ്ങളിൽ ഞങ്ങൾ 60 തിയേറ്ററുകളിലും 1000 പേരടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഫാമിലി ഗ്രൂപ്പ്. 3 പേര് ഓരോ തിയേറ്ററിന് ആളുണ്ട്. വിട്ടുപോകുന്ന ആൾക്കാർ നാട്ടുപുറത്ത് എല്ലാം പോയിട്ട് ഫാമിലി ആയിട്ട് ഇതൊരു ജോണർ പടമല്ല, ഒരു സെപ്പറേറ്റ് ജോണറല്ല. RDX ഒരു ഫൈറ്റ് പടം, പിന്നെ ഇത് ഒരു കോമഡി പടം, അതൊരു ലവ് സ്റ്റോറി, അങ്ങനെയല്ല, ഇത് കുടുംബ ചിത്രം. എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയ 6 മനോഹരമായ പാട്ടുകൾ ഷിബു സുകുമാരൻ ചെയ്തിട്ടുണ്ട്. കൈതപ്രത്തിന്റെ ഒരു ഭയങ്കര കമ്പേക്കായിരിക്കുന്ന കാര്യത്തിൽ ഒരു വിശ്വാസക്കുറവില്ല. ഈ 71 വയസ്സിലെ അദ്ദേഹം 5 പാട്ടുകൾ, ഇതിലെ 5 മണിക്കൂറോട് 5 പാട്ടുകൾ എഴുതി തന്നിട്ടുണ്ട്. ഇതിന്റെ വളരെ മനോഹരമായ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്വപ്നസുന്ദരി, അതുപോലെ തന്നെ പുയ്യാപ്പുള, അത് എന്റെ സൽഫിർ എന്ന് പറഞ്ഞിട്ട് വേറൊരു മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പടത്തിന് ന്യൂജൻ ഓൾഡ് ജൻ ഇല്ല, ഇത് ജൻ മൂവിയാണ്, ജനങ്ങളുടെ മൂവിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്തിക്കും എല്ലാവരുടെ ഈ പടം തിയേറ്ററിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ പോയി അറിയിക്കുക നിങ്ങളെ കയ്യിലുള്ള മാധ്യമത്തിലൂടെ. ഓക്കെ, താങ്ക് യു.